ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വിഷു നന്നായിട്ട് ആഘോഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അങ്ങനെ ആയിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തെ വിഷുഫലം എങ്ങനെയായിരിക്കും എന്ന് ഒരു ചെറിയ റീഡിങ് എടുക്കാം. നോക്കാം എന്താണ് ഓവറോൾ നിങ്ങൾക്ക് വിഷുവിന് വരുന്ന ഫലം എന്തായിരിക്കും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണം എന്നില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ റീഡിങ് കാണാൻ. എന്താണ് പൊതുവായിട്ട് ഈ വിഷു നിങ്ങൾക്ക് തരുന്ന നന്മകളും നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ത്രീ ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് എയർ, ഈഗോ, എയ്റ്റ് ഓഫ് വാട്ടർ, ഏസ് ഓഫ് ഫയർ. കിങ് ഓഫ് ഫയർ ആണ്. കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇതിന്ന് കുറച്ചെടുക്കാം. റിലാക്സേഷൻ, പേഷ്യൻസ്, വിസ്ഡം, ഫ്ലെക്സിബിലിറ്റി ആൻഡ് കറേജ്. ഹാപ്പിനെസ് ആണ് ഇതിൻ്റെ ഓവറോൾ എനർജി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സന്തോഷം ഉണ്ടാകുന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇതിനകത്ത് ആദ്യം തന്നെ ഒരു എയ്റ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുള്ളത്. നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു മെൻ്റൽ ട്രാപ്പിലായിട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ കടന്നു വന്ന് നിങ്ങളൊരു സന്തോഷത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കുറേയധികം പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഈ ഒരു വിഷുക്കാലം. ഇന്ന് മുതൽ നമുക്ക് തുടങ്ങിയതാണ്. പിന്നെ ഇതിൽ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നത്. അതൊരു സെലിബ്രേഷൻ്റെ കാർഡാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ ചേരുന്നുണ്ടായിരിക്കാം. അപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അങ്ങനെ ചേരുന്ന ഒരു എനർജി, അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. സൗഹൃദങ്ങൾ നിങ്ങളെ ഈ ഒരു വർഷം വളരെയധികം നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നാണ് കാണുന്നത്. നിങ്ങളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് സൗഹൃദങ്ങൾ സഹായിക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് ഫൈവ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായം സുഹൃത്തുക്കൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. എന്തെങ്കിലും കടബാധ്യതകളിൽ പെട്ടുപോയ ആൾക്കാർ, അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ ചിലപ്പം ഏതെങ്കിലും സൗഹൃദങ്ങൾ വഴി നിങ്ങൾക്കൊരു സാമ്പത്തിക സഹായം കിട്ടും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ വിദേശത്തിരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളോ ഒക്കെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിഞ്ഞൊന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും എന്നാണ് കാണുന്നത്. പിന്നെ ഈ എയ്റ്റ് ഓഫ് എയർ, നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഈ സമയം നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു യൂണിയൻ ഉണ്ടാകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ അതിനെതിർത്ത് ചിലപ്പോൾ അത് നിങ്ങൾ തമ്മിലൊരു കൂടിച്ചേരൽ സമ്മതിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, അത് ആ ഒരു തടസ്സമൊക്കെ മാറിപ്പോയി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു അനുഗ്രഹം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ മാറുന്നു എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ.
അപ്പോൾ ചിലപ്പോൾ അത് ലവ് റിലേഷൻഷിപ്പ് ആകാം, ചിലപ്പോൾ ഫാമിലി റിലേഷൻഷിപ്പ് ആകാം, എന്ത് തന്നെ ആയാലും, ചിലപ്പോൾ സൗഹൃദങ്ങളാകാം, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ബന്ധങ്ങളിൽ ആരെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാനുള്ളൊരു സമയമാണ്. നിങ്ങൾ തമ്മിൽ ഒരു യൂണിയൻ ഉണ്ടാകേണ്ടുന്ന ഒരു സമയമാണ്. അതിനുള്ള അനുഗ്രഹം ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ഈഗോയാണ്. ശരിക്കും മറ്റുള്ളവർ നിങ്ങളെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുള്ളൊരു എനർജി ആണെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് തുറന്നു വിടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഒന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചേഞ്ചാണത്. നിങ്ങൾ 6 ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന ഒരു കാര്യം സംഭവിക്കാം എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഏതെങ്കിലും അവസ്ഥയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർ, എന്തെങ്കിലും കേസുകളിലൊക്കെ പെട്ട് കുടുങ്ങി കിടക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു ചിലപ്പോൾ ട്രാവൽ ബാനുള്ള ആൾക്കാരോ അവിടെ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഈ നിങ്ങളെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയം, ഈ വിഷു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു ട്രാവൽ ബാനൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പ് ആകാം. റിലേഷൻഷിപ്പിൽ ശരിക്കും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർ, ചിലപ്പോൾ അതൊരു കാർമികമായിട്ടുള്ളൊരു പാർട്ട്ണറായിരിക്കാം, അല്ലെങ്കിൽ ലവറായിരിക്കാം. എന്ത് തന്നെ ആയാലും അതിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാനൊരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ആൾക്കാരായിരിക്കും. ഇത് മുന്നോട്ട് എങ്ങനെ പോകും? കാരണം ഇതിലൊരു കൺഫ്യൂഷനുണ്ട്. 8 ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. അതൊരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. റിലേഷൻഷിപ്പിലാകാം, കരിയറിലും ആകാട്ടോ. ഇത് ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങളെ ഒന്ന് തുറന്ന് വിടുന്ന, ഫ്രീ ആക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെ ഫ്രീഡം കിട്ടി നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ വളരെ സമാധാനമുള്ള, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച പോലെ ഒരു സന്തോഷത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നിങ്ങൾ പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ 8 ഓഫ് വാട്ടറാണ്, 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള നഷ്ടബോധമൊക്കെ മാറ്റി, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നതും ഒരുപാട് സ്നേഹിച്ചിരുന്നതും വിട്ടുകളയാൻ പറ്റാത്തതുമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നഷ്ടം നിങ്ങൾക്ക് പതിയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾക്ക് പുതിയൊരു മാർഗം കാണുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാതെ വളരെ വിഷമിച്ച് ഇതിനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ. കാരണം ചില ആൾക്കാർക്ക് അതൊരു ട്രാപ്ഡാണ്, ചില ആൾക്കാർക്ക് അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം ആണ്. അങ്ങനെയുള്ള ആൾക്കാർ, ഇതിൽ 5 ഓഫ് കപ്സ് ആണ് വീണ്ടും വന്നത്. അപ്പോൾ നിരാശയിലിരിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളെ വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ഉണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ അതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ ചിലപ്പം അങ്ങനെ വളരെ നഷ്ടബോധത്തിലിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ വഴി തുറന്നു കിട്ടുന്നൊരു എനർജിയാണ്. നിങ്ങൾ അവരിലേക്ക് തിരിച്ചു പോകാത്ത വണ്ണം നിങ്ങൾ പുതിയൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതൊരു റിലേഷൻഷിപ്പ് ഒന്നും വലിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് ചിലപ്പം തോന്നുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇതുവരെ കാണിച്ചതൊക്കെയും മണ്ടത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിളും പെയിനും ഡിപ്രഷനും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിനായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങൾക്കൊരു പുതിയ ഒരു വഴി കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. പുതിയ സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ പുതിയ സാധ്യതകൾ എത്തുമ്പോൾ നിങ്ങളത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ എപ്പോഴും അത് മനസ്സിലാക്കുക. നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകാതിരിക്കുക, ആക്ഷൻ എടുക്കാൻ വൈകാതിരിക്കുക. ആക്ഷൻ എടുക്കാൻ വൈകി കഴിയുമ്പോൾ നമ്മളുടെ ഒരു കാര്യങ്ങളും
പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റൂല. ചിലപ്പോൾ ചില ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരിക്കാം, ചില ആൾക്കാരെ വിട്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം. ചില സിറ്റുവേഷൻസിൽ അങ്ങനെയാണ് നമ്മൾ പെട്ടുപോകും. കൂടുതലും സ്നേഹം കൊണ്ടായിരിക്കാം, അപ്പോൾ അവരോടുള്ള ഒരുപാട് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടായിരിക്കാം, കമ്മിറ്റഡ് ആയതുകൊണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. റിലാക്സേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ റിലാക്സായി ശരിക്കും ഒന്ന് വിശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അത്രയും സ്ട്രെസ്സായിരുന്നു. നിങ്ങളെ ചിലപ്പോൾ മറ്റാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു വ്യക്തിയെ വിട്ടുപോകാൻ പറ്റാതിരുന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അവിടെ ഒരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും ബോണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സാധ്യത കിട്ടിയാൽ പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന എനർജിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. ഇത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടുള്ളൊരു എനർജി അല്ല, ഇത് വളരെ പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമാണ്. ഇത് ചാരിയറ്റാണ്. അപ്പോൾ അത് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണത്. പേഷ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ക്ഷമ, നിങ്ങൾ കുറേ കാലം കൊണ്ട് ക്ഷമിച്ചിരുന്ന കാര്യങ്ങൾ, ആ ഒരു ക്ഷമയ്ക്ക് ഫലമുണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇതിൽ ക്യൂൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതും ഒരു വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ക്ഷമയുള്ളൊരു ആളിൻ്റെ എനർജിയാണത്. അപ്പോൾ നിങ്ങളുടെ ക്ഷമ ചിലപ്പോൾ ദൈവം കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം കിട്ടുന്നു എന്നും കാണുന്നുണ്ട്. പിന്നെ വിസ്ഡമാണ്. ഒരുപാട് ബുദ്ധി, കഴിവും അറിവും നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ ട്രഷർ നിങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകളുണ്ട്, എന്തൊക്കെ നിധി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു മൂല്യവും ഇല്ലാതെ, നിങ്ങൾക്ക് ഒരു മൂല്യവും ഇല്ലാതെ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ, അതൊക്കെ മാറിയിട്ട് നിങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. വീണ്ടും 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇത് നിങ്ങളെ സഹായിക്കുന്നത്, നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്താൻ സഹായിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാനാണ് സാധ്യത. നിങ്ങളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റിമസി തോന്നണ ഒരു വ്യക്തിയായിരിക്കണം എന്നുമില്ല. അത് ആ ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പവർ തിരിച്ചറിയാൻ പറ്റുമെന്നാണ്. അത് വേറൊരു വ്യക്തിയിലൂടെ മാത്രമേ സംഭവിക്കൂ എന്നുള്ളതാണ്. കൂടുതലും നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഫ്ലെക്സിബിലിറ്റിയാണ്. 4 ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ മടി പിടിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ, കുറച്ച് അലസത ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, എനിക്ക് ഇപ്പം ടെൻഷനുള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഏതവസ്ഥയും ഏത് കാലാവസ്ഥയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ ഫ്ലെക്സിബിൾ ആകുന്നു എന്നുള്ളതാണ്. ഏത് അവസ്ഥയും എനിക്ക് പറ്റും എന്നുള്ളൊരു ചിന്തയാണ്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ ഒരു കോഡിനകത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. എനിക്കിങ്ങനെ പറ്റുള്ളൂ, എനിക്ക് ഈ ഒരു സിറ്റുവേഷനിലല്ലാതെ പറ്റൂല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് പറ്റൂല, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഷെല്ലുണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ബൗണ്ടറി ഉണ്ടാക്കി ഒരു കോട്ട കെട്ടി നിങ്ങൾ അതിനകത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ. വളരെ ഫ്ലെക്സിബിളാണ്. നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. കറേജാണ്. നല്ല ധൈര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ധൈര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. എംപ്രസ് എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു സെൽഫ് റെസ്പെക്റ്റ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ കണ്ടുപിടിക്കുമ്പോൾ, നിങ്ങളുടെ കഴിവുകളെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് എന്തൊക്കെ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെ പറ്റൂല എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പാസ്റ്റിൽ വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളത് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഏറെക്കാലം നിങ്ങൾ കാത്തിരുന്ന ആഗ്രഹങ്ങൾക്ക് സഫലീകരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നല്ല ജോലിയാകാം, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുഞ്ഞാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വളരെ ഒരുപാട് തീവ്രമായി ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ആകാം,
എന്ത് തന്നെ ആയാലും അത് ഈ ഒരു വിഷു കഴിയുമ്പോൾ അത് നിങ്ങൾക്കത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയം നല്ല ഒരു ശരിക്കും നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ കുറേയധികം ആൾക്കാർക്കും ഇതിൽ നല്ല ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും വിട്ട് കളയാൻ ശ്രമിക്കുക. വേണ്ട കാര്യങ്ങൾ മാത്രം ചേർത്ത് പിടിക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മളുടെ ഭാഗ്യം ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. അത് നമ്മളെ മൂല്യമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോഴും അങ്ങനെ സംഭവിക്കും. നമുക്ക് ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടെന്ന് വയ്ക്കും. കാരണം നമ്മളുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് വീണ്ടും വെയിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന, നമ്മളെ ഒരു മൂല്യവും ഇല്ലാതെ കാണുന്ന, നമുക്ക് വില കൽപ്പിക്കാത്ത ആൾക്കാരുടെ അടുത്ത് ഒരിക്കലും നിൽക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള വിഷു റീഡിങ്. അപ്പോൾ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.